നിങ്ങളെന്താ ഈ ഷോക്ക് അടിച്ച പോലെ നിക്കണേ? ഞങ്ങളെ 5 പേരെ ഒരുമിച്ച് കണ്ടപ്പം എന്തോ ഒരു വിഷമം തോന്നുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഇവളുടെ അമ്മ വന്ന് വിളിച്ചോണ്ട് പോയപ്പോ നിങ്ങള് എന്തൊക്കെയോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? ഒന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. അതെ, ഓർമ്മ വരുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ 5 കൈകളിൽ ഒരെണ്ണം വെട്ടി മുറിച്ചോണ്ട് പോയി. ഇനി അത് തുന്നിച്ചേർക്കാൻ പ്രയാസമാണ്. ഞങ്ങളെ 5 പേരെയും 5 ആക്കി ഒറ്റപ്പെടുത്തും എന്നൊക്കെയല്ലേ നീ വിളമ്പിയത്? എന്നിട്ടിപ്പോ എന്തായി? 5-ൽ 1 പോയെങ്കിൽ വീണ്ടും ഞങ്ങൾ 5 മാറി. പിളർക്കാനേ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അതിനൊന്നും നിനക്ക് ഈ ജന്മം പോരാ. നിർത്തടി. വലിയ വർത്താനൊന്നും ഇങ്ങോട്ട് വേണ്ട. നീയൊക്കെ 5 പേര് ഒരുമിച്ചാലേ ഞങ്ങൾക്ക് ഒരു കുന്തവുമില്ല. 5 പേര് ഒരുമിച്ച് കൂടിയെങ്കിൽ 5 പേര് സ്വന്തം കാര്യം നോക്കി മര്യാദയ്ക്ക് ഇതിനകത്ത് ജീവിച്ചോളൂ. 3 റോസസിനോട് മുട്ടാൻ വന്നാ വിവരം അറിയും. നീ അധികം പൊങ്ങാതെ. അന്നത്തെ പോലെ വീണ മിണ്ടാട്ടം ഇല്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. ഞങ്ങൾ 5 പേരെ ഒറ്റയ്ക്കൊറ്റയ്ക്കാക്കി തകർക്കാനുള്ള പ്ലാനുമായിട്ട് നീ അങ്ങ് വന്നേരെ. വന്ന് കേറിയ ഉടനെ കത്തി കയറാതടി, പെട്ടെന്നങ്ങ് അണഞ്ഞു പോവും. നീയൊക്കെ ഊതിക്കെടുത്തിയ അണയുന്ന ദീപങ്ങളല്ലടി ഞങ്ങള്. ഞാൻ തിരിച്ചു വരുന്നു നീ ഒന്നും പ്രതീക്ഷിച്ചില്ലല്ലേ? നിന്നെ പ്രതീക്ഷിച്ചിട്ട് എന്ത് കാര്യം? 4 പൂച്ച കുഞ്ഞുങ്ങള് 5 ആയി, അതിനപ്പുറം ഒന്നുമില്ല. പൂച്ചക്കുഞ്ഞിന്റെ ശൗര്യം ഒക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നീയൊക്കെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾ കരുതിയിരുന്നോ? ഞങ്ങൾ തുടങ്ങി വെച്ചതെല്ലാം അവിടെ തന്നെ ഉണ്ട്. വേണമെങ്കിൽ തുടരാം, വേണമെങ്കിൽ എല്ലാം അവസാനിപ്പിക്കാം. നിങ്ങൾ ആലോചിക്കേ. വാടി പോവാം. മാറ്. മാറി നിൽക്കടി.